ഓണനാളിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഞാൻ വണ്ടിത്താവളത്തെ വീട്ടിലെ ഈ ഒരുപാട് തെങ്ങുംതോപ്പിലൂടെ ഒക്കെ നടന്നിങ്ങനെ സംസാരിക്കാൻ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ രാവിലെ MLA ഓഫീസിൽ തന്നെ ആണ് ഉള്ളത്. എന്താണ്? അല്ല, ഞാൻ കാലത്ത് അവിടെ ഇരുന്ന കുറേ ആൾ 1-2-3 ആൾ പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് അവിടെ വരാനുള്ള ബുദ്ധിമുട്ട്, ആ പ്രയാസമൊക്കെ നോക്കിയിട്ട് ഇവിടെ വന്നിരുന്നാൽ അവർക്കൊക്കെ വരാനും ഓഫീസുകളായി ബന്ധപ്പെടാനൊക്കെ സൗകര്യം ഉണ്ടാവുമല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. ഈ ഓണദിവസം ഈ പൊതുപ്രവർത്തനവും ഈ ഭരണകാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ? അതൊന്നും കുറവ് വരത്തില്ല. നമ്മളത് ഇടപെടേണ്ടത് നമ്മൾ ഇടപെടണമല്ലോ. ഓണത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ വിളവെടുക്കുന്ന ഒരു കാലമാണ്. ഇപ്പം അതില്ല. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് കർക്കിടക മാസത്തിൽ ലാസ്റ്റിൽ കൊയ്യും, ചിങ്ങത്തിൽ ഉത്തരാടത്തിന് പുത്തിരി ഉണ്ണുക എന്നുള്ളൊരു പതിവുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ഞാൻ പ്രായമായിട്ടും എനിക്ക് ഭാര്യ കൈ തരും. അങ്ങനെ ഒരു ശീലമാണ്. അപ്പോൾ പുത്തിരി പുതിയ നെല്ല് കൊയ്ത് അതിൻ്റെ ഓണം എടുക്കുകയാണ്. അന്ന് ആ പ്രദേശത്ത് ഞങ്ങളവിടെ കൊയ്ത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്തുള്ള ആളുകളൊക്കെ ഈ ഓണം ഉണ്ണാനുള്ള നെല്ല് കൊണ്ടുപോകുന്ന ഒരു പതിവാണുള്ളത്. അത് സാധാരണക്കാർ, പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, കൃഷിക്കാർ എല്ലാവരും കൊണ്ടുപോകും. അതൊരു സന്തോഷമുള്ളൊരു കാലമാണ് ഓണക്കാലം. ഒരു നല്ല ഭരണാധികാരിയെ ഓർക്കുന്ന കാലമാണ്. അപ്പം അങ്ങനെ ഓർക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നല്ല ഭരണാധികാരി ഇല്ലല്ലോ. ആ മനുഷ്യനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ദിവസം 2400 ആളാണ് പോഷകാരമില്ലാണ്ട് മരിക്കുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലത്തുള്ള വീടുകൾ പൊളിച്ചു മാറ്റി മണിമാളികൾ തീർക്കുകയാണ്, പാവപ്പെട്ടവരുടെ വീട്. അതൊന്നും നമ്മളിൽ ലോകത്തിലെ 30% ദാരിദ്ര്യമുള്ള കുട്ടികൾ ഇന്ത്യയിലാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബാലവേല നിരോധിച്ച രാജ്യമാണ്. പക്ഷേ 5 വയസ്സ് കഴിഞ്ഞാൽ പണിക്കയക്കുകയാണ്. അച്ഛനമ്മ തന്നെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളിനെ വേശ്യാലയത്തിലേക്ക് അയക്കുന്ന, ദാരിദ്ര്യം കൊണ്ട് അയക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഭരണഘടനയിൽ സോഷ്യലിസം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതിൻ്റെ കൂടെ സോഷ്യലിസം എഴുതിച്ചേർത്തിയ രാജ്യമാണ് നമ്മുടെ. അപ്പോൾ ഈ സമ്പത്ത് മുഴുവൻ വലിയ ആളുകളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. പൊതുമേഖല നമ്മൾ ബാങ്ക് ദേശവൽക്കരിച്ചു. അത് സാധാരണക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്താ അനുഭവം? പൊതുമേഖലാ ബാങ്ക് 6 പേർക്കാണ്. ഇപ്പോൾ അഡാനി, അംബാനി, മിത്തലിന് കൂടി 3 ലക്ഷം കോടി എഴുതിത്തള്ളി. ഇപ്പോൾ 14 ലക്ഷം കോടിയാണ് ഈ 10 കൊല്ലത്തിനുള്ളിൽ എഴുതിത്തള്ളിയത്. അതിനെക്കുറിച്ച് പൊതുമേഖലയിലുള്ള പൊതുപ്രവർത്തകന്മാർ ചർച്ചയില്ല, മീഡിയ ചർച്ചയില്ല, ഒന്നും ചർച്ചയില്ല. അവർക്ക് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് 0.1 ഇവിടെ കുടുംബശ്രീക്കാർക്കോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ എടുക്കാൻ 15 തൊട്ട് 20 വരെ കൊടുക്കണം. അപ്പോൾ അവർക്കത് കൊടുക്കുന്നു. അവർക്ക് ബിസിനസ് വളരാൻ വേണ്ടി അവർക്ക് കടം എഴുതിത്തള്ളി. ഇതൊന്നും പൊതുവെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ ചർച്ചയില്ല, പാർലമെൻറ്റിൽ ചർച്ചയില്ല, എവിടെയും ചർച്ചയില്ല. മീഡിയ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നേയില്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. ഇപ്പോൾ ദാരിദ്ര്യം വല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ താങ്കളൊരു കർഷകനാണ്, ക്ഷീരകർഷകനാണ്. ഇപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ പാലക്കാട്, ചിറ്റൂരൊക്കെ ഈ നെല്ല് ശേഖരിച്ചിട്ടും കർഷകർക്ക് പണം കിട്ടാതെ ഓണം ആഘോഷിക്കുന്ന ഒരവസ്ഥയില്ലേ? അല്ല, അത് ശരിയാണ്. ഒരു പരിധി വരെ. എന്താ വെച്ചാൽ കേന്ദ്രം 1700 കോടി തരാനുണ്ട്. അത് തരാത്തതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ലല്ലോ ആരും. ഭരണവും പ്രതിപക്ഷവും കൂടി അതിനെക്കുറിച്ച് പറയണ്ടേ? ഇപ്പോൾ കേരളത്തിൻ്റെ വിഹിതമുള്ളത് അതിപ്പോൾ 2 ദിവസമായിട്ട് കൊടുത്തു കഴിയും. ഈ കേന്ദ്ര ഗവൺമെൻറ് തരാതിരുന്നത് എങ്ങനെ പോവും? ഇപ്പോൾ GST വന്നു, അതിൻ്റെ നഷ്ടം വന്നു. ഇതൊക്കെ പണം തന്നെ വേണ്ടേ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തരാത്തതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഇവിടുത്തെ കർഷക സംഘടനകൾ പറയുന്നില്ല, പ്രതിപക്ഷം പറയുന്നില്ല, ഭരണകക്ഷി, നമ്മുടെ സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ ഒരു വാക്ക് പറഞ്ഞതല്ലാണ്ട് അതൊരു വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയില്ല. അത് മേടിക്കാൻ നമ്മളെല്ലാവരും കൂട്ടായി നിൽക്കണ്ടേ? അത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. അത് മാത്രമല്ല, കൃഷിക്കാരന് അതിനേക്കാളും വലിയ പ്രശ്നമുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താങ്ങുവിലയാണ്, സപ്പോർട്ട് പ്രൈസാണ്. 2014 സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കാമെന്ന് മോഡി പറഞ്ഞതാണ്. അതിലൊരു ഫോർമുല സ്വാമിനാഥൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, A2 + FL.
പിന്നെ ഭൂമിയുടെ വാടക, അതിൻ്റെ പലിശ, ഇതെല്ലാം മൂന്നും കൂടി കൂട്ടിയിട്ട് C2-ൻ്റെ 1.5 മടങ്ങ് തരണം. ഇപ്പോൾ A2 FL മാത്രമേ കണക്കാക്കുള്ളൂ. അതിനെക്കുറിച്ച് കർഷക സംഘടനകളോ ആരും ചർച്ച ചെയ്യുന്നില്ല. C2 കണക്കാക്കുന്നില്ല. അപ്പോൾ C2 കണക്കാക്കിയാൽ അത് തരാൻ ബാധ്യസ്ഥരാണ്. അത് തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ 22 രൂപ 30 പൈസ എന്നുള്ളത് 23 രൂപ 30 പൈസ എന്നുള്ളത് പോയി 40-45 രൂപയാവും. 5 ഏക്കർ കൃഷി ചെയ്താൽ ഒരു കർഷകന് മാസം ഒരു 20,000 തൊട്ട് 30,000 രൂപ വരെ കിട്ടും. ഇന്നത്ര കിട്ടുന്ന 500 രൂപ പോലും ഒരു ദിവസം കിട്ടുന്നില്ല. അവൻ്റെ പേരെന്താണ്? മുതലാളി ജന്മിയൊക്കെയാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ഥിതി. 1976-ൽ 5 ഏക്കർ കൃഷി ചെയ്താൽ 1,400 രൂപ മന്ത്ലി ഇൻകം കിട്ടും. ഇന്ന് ജില്ലാ കളക്ടറുടെ ശമ്പളം 860 ഉള്ളൂ. MLAക്ക് ശമ്പളം 300 ഉള്ളൂ. ഇന്ന് 500 രൂപ പോലും ഒരു ദിവസം കിട്ടാത്ത സ്ഥിതിയാണ് കാർഷിക മേഖല. അപ്പോൾ കാർഷിക മേഖല ഉണ്ടാക്കുന്നവനെക്കുറിച്ച് അന്വേഷിക്കില്ല. 146 കോടിയാണെന്ന് തോന്നുന്നു ജനസംഖ്യ. ഇപ്പോൾ അത് ലോകത്തിൽ ഒന്നാമത്. ഇത് 3 നേരം ഭക്ഷണം കൊടുക്കുന്നവരാണ് കർഷകനാണ്. ആ കർഷകനെ രാജ്യത്തെ സേവകന്മാരായിട്ട് കണക്കാക്കുന്നതില്ലല്ലോ. ഞാനൊരു ദിവസം MLA ആയി, ഒരു ദിവസം മന്ത്രിയായി, ഒരു ദിവസം ക്ലർക്കായി, ഒരു ദിവസം പിയൂണായി എന്ന് പറഞ്ഞാൽ രാഷ്ട്രസേവകന്മാരായി അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുകയാണ്. ഈ 3 നേരം ഭക്ഷണം കൊടുക്കുന്നവനെക്കുറിച്ച് രാഷ്ട്രസേവകന്മാരായിട്ട് അംഗീകരിക്കുന്നില്ലല്ലോ. അത് അംഗീകരിച്ചാൽ കഴിഞ്ഞില്ലേ? 55-60 കോടി ജനസംഖ്യയാണ് നമ്മൾ ഉള്ളത്. അവരെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അവരെക്കുറിച്ച് ഇതൊന്നുമില്ല. ഇപ്പോൾ രാസവളത്തിൻ്റെ വില തന്നെ എത്ര കയറി? 400 രൂപ ഉണ്ടായിരുന്ന പൊട്ടാഷ് 1,700 രൂപയായി. അതൊരു ചർച്ചയേ ഇല്ല. നിങ്ങളുടെ സായാഹ്നത്തിലുള്ള TV-യിലെ ചർച്ചയിൽ അത് വരുന്നില്ല. ഇതെങ്ങനെ പിടിച്ചു നിൽക്കും? ഈ മറ്റൊരു കാര്യം, ഈ ഓണാഘോഷങ്ങൾക്കിടയിലാണ് തൃശ്ശൂർ ഒരു ചെറുപ്പക്കാരൻ, ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചത്. ഇത്തരം ഉദ്യോഗസ്ഥരെ ശരിക്കും സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യേണ്ടല്ലേ? ഇല്ല, അതിൻ്റെ നടപടിക്ക് മറ്റേ ആഭ്യന്തരമന്ത്രി എടുക്കുന്നുണ്ട്, മുഖ്യമന്ത്രി അത് എടുക്കും. അത് തീർച്ചയായിട്ടും എടുക്കും. അതിൻ്റെ നടപടി ഉണ്ടാവും. അതോടൊപ്പം ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോവുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ചിറ്റൂരുകാരുടെ ഒരു പ്രധാന ചർച്ച ഇനിയും കൃഷ്ണൻകുട്ടിയേട്ടൻ തന്നെ ആയിരിക്കും ഇവിടുന്ന് മത്സരിക്കുമോ എന്നുള്ളത്. ഇല്ല, അതൊന്നും ഉണ്ടായില്ല. അതെന്ന് വെച്ചാൽ അത് പുതിയ ആളുകൾക്ക് ഒരു വഴിമാറി കൊടുക്കണ്ടേ നമ്മൾ. അപ്പോൾ ഇനി മത്സര രംഗത്ത് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ തീരുമാനം. ആരോഗ്യമനുസരിച്ച് പൊതുരംഗത്തുണ്ടാകും, ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഉണ്ടാവും, പൊതുരംഗത്തുണ്ടാവും. ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് പണ്ട് ഇവിടെ ഐത്യത്തിനൊക്കെതിരായി പോരാടിയ ആളാണ്. അറിയോ? ഐത്യത്തിന് 6-1 പതമ്പ് കൊണ്ടുവന്നത് ഒക്കെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്തിട്ട് വന്നതാണ്. അതേപോലെ ഇൻട്രസ്റ്റേറ്റ് വാട്ടർ, അതൊക്കെ നമ്മൾ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ കുറേ ഫലം കാണുകയും ചെയ്തു. ഇതൊക്കെയാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഓണ ദിവസം ഇനിയുള്ള പരിപാടി എന്താണ്? വീട്ടിൽ പോയി സദ്യയും, വീട്ടിൽ പോയൊരു മക്കളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു ഊണ് കഴിക്കും, അത്ര തന്നെയല്ലോ. എന്തായാലും തിരുവോണ നാളിലും MLA ഓഫീസിൽ സജീവമാണ് മന്ത്രി K. കൃഷ്ണൻകുട്ടി. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.